സംസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്മാൻഷിപ്പ് തുറമുഖം എന്ന ഖ്യാതിയോടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സമർപ്പിക്കപ്പെട്ടത്. ട്രയൽ റൺ 9 മാസം തികയും മുൻപേ 6 ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തത്. ലോകത്തെ വമ്പൻ കപ്പലുകളടക്കം 285 കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു. പ്രതിസന്ധികളും ആരോപണങ്ങളും വെല്ലുവിളികളും അതിജീവിച്ച് തുറമുഖ നിർമ്മാണ കരാർ വയ്ക്കാനും നിർമ്മാണം തുടങ്ങിവയ്ക്കാനും കഴിഞ്ഞത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബർത്ത് നിർമ്മാണത്തിന് തുടക്കമിട്ടു. പോർട്ട് ഓപ്പറേഷൻ സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങൾ ഉയർന്നു. 800 മീറ്റർ ബർത്തും 295 കിലോമീറ്റർ പുലിമുട്ടുമുള്ള ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ട്. 8,867 കോടി രൂപ മുടക്കിയുള്ള ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ്ങാണ് ഈ മാസം ആദ്യം നടത്തിയത്. ഇതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെയും വിഹിതമുണ്ട്. അദാനി ഗ്രൂപ്പ് 9,000 കോടി മുടക്കുന്ന അടുത്ത ഘട്ടം 2028 ഡിസംബറിനകം പൂർത്തീകരിക്കുമെന്നാണ് അവരുടെ ഉറപ്പ്. ഇതുകൂടിയാകുമ്പോൾ രാജ്യത്തെ 1-ാം നമ്പർ തുറമുഖമായി വിഴിഞ്ഞത്തിനു മാറാനാകും. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.